ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു പലഹാരമാണ്. മധുരം ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 3/4 കപ്പ് നാളികേരം ചിരകിയത്, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 8 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടി തിരുമിയെടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത്, സാദാ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല, സാദാ വെള്ളം, നോർമൽ വാട്ടർ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയല്ല, നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുഴയ്ക്കുന്ന ആ രീതിയിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. കയ്യിലൊരു ഒട്ടുന്ന പരുവട്ടോ ആ രീതിയിലാക്കി എടുക്കാം നമുക്ക് മാവിനെ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ഒട്ടുന്ന പരുവായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് വാഴയില എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒട്ടുന്ന രീതിയിലാണ് നമ്മൾ മാവ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൈ ഒന്ന് നനച്ചിട്ട് വേണം മാവ് എടുക്കാനായിട്ട്. കുറച്ച് മാവെടുത്ത് നമുക്ക് വാഴയിലയിലോട്ട് വെച്ചിട്ട് കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് നനച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒത്തിരി കട്ടി കൂടിയിട്ടല്ല നമ്മൾ മാവ് പരത്തേണ്ടത്, കനം കുറച്ചിട്ട് വേണം മാവ് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മാവ് വാഴയിലയിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഫില്ലിങ് വെച്ചു. ഇനി മറു സൈഡ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അട ചൂടാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇലയട വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. ഇലയൊന്ന് വാടി വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇല നമ്മുടെ അടയിൽ നിന്നും വിട്ട് വരുന്ന പരുവമാവുന്നത് വരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ അടയുടെ മുകളിൽ ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അട സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു അട ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫില്ലിങ്ങിൽ നല്ല ജീരകവും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.